അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാണിക്കാൻ വേണ്ടി വരുന്ന ഒരു ഉപകരണമാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് സിമ്പിൾ പെൻഡുലം ഉണ്ടാകുന്നത് നോക്കാം. സസ്പെൻഡ് എ സ്മോൾ പെബിൾ ഫ്രം എ സ്ട്രിങ് ഓഫ് എബൌട്ട് 50 സെൻറ്റിമീറ്റർ ലോങ്. എന്താണ് 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നൂലിൽ എന്താണ് ഒരു കല്ലിനെ കെട്ടിയിടുക. മൂവ് ദിസ് പെബിൾ സ്ലൈറ്റ്ലി ടുവേർഡ്സ് വൺ സൈഡ് ആൻഡ് റിലീസ്. ഇതിനെന്ത് ചെയ്യുക, നമ്മൾ ഒരു സൈഡിലേക്ക് വലിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ അങ്ങ് വിടുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, വി ക്യാൻ സീ ദ പെബിൾ മൂവിങ് ടു ആൻഡ് ഫ്രോ. അത് ഇരുവശത്തേക്കും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. യു വുഡ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് സച്ച് എ മോഷൻ ഈസ് ഓസിലേഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ചലനത്തെ നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, ഓസിലേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്, ദോലനം എന്ന് പഠിച്ചിട്ടുണ്ട്. ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് നോൺ ആസ് എ സിമ്പിൾ പെൻഡുലം. ഈ ഒരു സംവിധാനത്തെയാണ് സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുന്നത്. ദി നമ്പർ ഓഫ് ഓസിലേഷൻസ് മെയ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം ഇൻ 1 സെക്കൻഡ് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്താണ്, ദോലനങ്ങളുടെ എണ്ണം മെയ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം. ആരുണ്ടാക്കുന്ന ദോലനങ്ങൾ, സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കുന്ന ദോലനങ്ങളുടെ എണ്ണം ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ. അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു സെക്കൻഡിൽ ദോലനങ്ങൾ ഉണ്ടാകുന്ന എണ്ണത്തെ, ആ സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മളെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എത്രത്തോളം ഉണ്ടായി എന്നതാണ് അതിനെ ഫ്രീക്വൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഹെർട്സ് ആണ്. HERTZ ഹെർട്സ് ആണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HZ എന്നാണ്. ഇനി നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാം. യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 50 സെൻറ്റിമീറ്റർ. 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നമ്മൾ അളന്നതിന് ശേഷം അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. 50 സെൻറ്റിമീറ്റർ നീളമുള്ളത് ഒരു എന്താണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ. ആദ്യം നൽകിയിരിക്കുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ്, അതായത് 10 ഓസിലേഷൻ നടക്കുകയാണ്. നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒരു 15 സെക്കൻഡ് ആദ്യം നോക്കാം. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ എത്രത്തോളം ഓസിലേഷൻ ഉണ്ടായി. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 15 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രയാണ്, 10 ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് അതിനെ അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ F ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, N/T ആണ് നമുക്കറിയാം. N/T ആണ് നമുക്കറിയാം. N എത്രയാണ് നൽകിയിരിക്കുന്നത്, ഓസിലേഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10 എത്രയാണ് ടൈം, 15 ആണ് സെക്കൻഡ്സ്. 15 സെക്കൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളമാണ് അവിടുത്തെ ഫ്രീക്വൻസി ഉണ്ടായതെന്ന്. 10/15 എന്ന് പറയുന്നത് 0.66 ഹെർട്സ് ആണ്. എത്രയാണ് അവിടെ ഉണ്ടായ ഫ്രീക്വൻസി, എത്രയാണ് 0.66 ഹെർട്സ് ആണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ടൈം മാറ്റി നോക്കാം. നമുക്കൊരു 24 സെക്കൻഡ് വെക്കാം. ഓക്കെ, എത്രയാണ് 24 സെക്കൻഡ് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കിവിടെ അറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈമാണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് 15 എണ്ണമാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളൊരു ടൈം എന്ന് പറയുന്നത് ഒരു 24 വെക്കുകയാണ്. അപ്പോൾ 15/24 എന്ന് പറയുന്നത് 0.62 ഹെർട്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി പറഞ്ഞുതരാം. 20 ഓസിലേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 20 ഓസിലേഷൻസ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് 20 ആണ്. നമുക്ക് ടൈം നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഒരു 30 സെക്കൻഡ്സ് വരെ പോയെന്ന് വിചാരിക്കാം. 30 സെക്കൻഡ്സ്. അപ്പോൾ നമുക്കറിയാം 0 കട്ട് ചെയ്ത് 2/3 ആണ്. 2/3 എന്ന് പറയുന്നത് എത്രയാണ്, നേരത്തെ പറഞ്ഞതുപോലെ 0.66 ഹെർട്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ലെറ്റ്സ് ഡു വൺ മോർ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു പിക്ചർ നമുക്ക് മനസ്സിലായല്ലോ. ഒരു ഹോക്സോ ബ്ലേഡ് ഉണ്ട്. അതിന് നമ്മളൊരു ഒരു ടേബിളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഫിക്സ് വൺ എൻഡ് ഓഫ് എ ഹോക്സോ ബ്ലേഡ് ഇൻ എ ടേബിൾ ആൻഡ് സെറ്റ് ദ ഫ്രീ ആൻഡ് ഇൻ വൈബ്രേഷൻ. എന്താണ് പറയുന്നത്, ഒരു ഹോക്സോ ബ്ലേഡ് എന്ത് ചെയ്യുന്നു, ഒരു ടേബിളിൽ അതിൻ്റെ അറ്റം കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു സൈഡ് എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ടിരുന്നു. ആ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു, ഒരു തട്ട് കൊടുക്കുന്നു. അങ്ങനെ തട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് നല്ലോണം ശബ്ദത്തിൽ എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിമ്പിൾ പെൻഡുലം കനോട്ട് ബി ഹേർഡ് ബിക്കോസ് ദ ഫ്രീക്വൻസി ഈസ് ലോ. സിമ്പിൾ പെൻഡുലം നമ്മൾ അതായത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിലേക്ക് വിടുമ്പോൾ അതിൽ നിന്ന് എന്ത് കേട്ടില്ല, ശബ്ദം കേട്ടില്ല. കാരണം എന്താണ്, അവിടെ ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയാത്തത്, അവിടെ ഫ്രീക്വൻസി കുറവായതുകൊണ്ടാണ്, ആവൃത്തി കുറവായതുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയാത്തത്. ബട്ട് ഓൺ വൈബ്രേറ്റിംഗ് എ ഹോക്സോ ബ്ലേഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ബീങ് ഹൈ ദ സൗണ്ട് ക്യാൻ ബി ഹേർഡ്. പക്ഷേ ആ ഒരു ഹോക്സോ ബ്ലേഡിന് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച സമയത്ത് അവിടെ എന്ത് കൂടുതലായിരുന്നു, ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ ആവൃത്തി കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു.
there occurs a difference in sound in accordance with the increase in frequency. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച്, ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ കേൾവിയുടെ അളവും എന്ത് ചെയ്യുന്നു? കൂടുന്നു.